PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ മൂന്നാമതായിട്ട് ലാബ് അസിസ്റ്റന്റ് പത്തനംതിട്ട ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലാബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 447/2023 ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ, കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നിരുന്നത് 28/12/2024, 11/1/2025, 25/1/2025, അതുപോലെ 8/2/2025 എന്നീ 4 ഘട്ടങ്ങളായിട്ടാണ്. ഏകദേശം 5,13,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്തിരുന്നു. ഇനി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പത്തനംതിട്ട ജില്ലയിൽ ഉള്ളവർ ഈ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ പെട്ടിട്ടുണ്ടോ നോക്കുക. ആ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സ്കോറിൻ്റെയോ റാങ്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ പറഞ്ഞ OMR ടെസ്റ്റുകളിൽ കോമൺ പ്രിലിമിനറി എക്സാം 10th ലെവലിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് 43.336 മാർക്കും അതിന് മുകളിലും കിട്ടിയവർ, അതായത് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ഈ പ്രിലിമിനറി OMR ടെസ്റ്റിൽ കിട്ടിയവരെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. ഇനി റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാൾ താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയണത്. ഇനി അങ്ങനെയുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഈ അവരുടെ റെപ്രസെൻറ്റേഷൻ ഈ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്കും താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി ഈ കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിനേഷൻ്റെ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയണത് റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ളതല്ല, മറിച്ച് മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു സ്ക്രീനിങ് മാത്രമാണ് എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും ആ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ പ്രകാരം റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അനുവദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതായത് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ 85 രൂപ ഫീസ് റെമിറ്റ് ചെയ്തിട്ട്, അതായത് ഈ പേയ്മെൻറ്റ് വഴി ആ പോർട്ടലിലുള്ള നിങ്ങൾക്ക് അത് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക്, അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/5/2025 അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെ ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയുടെയും OMR ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതിന് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ആ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ 335 രൂപ ഈ പേയ്മെൻ്റായിട്ട് ആ പോർട്ടൽ വഴി അടച്ചു കഴിഞ്ഞാൽ അതും 15 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് 21/5/2025. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ OMR ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.